Very good morning, my dear students. എൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് എൻ്റെ 5ാമത്തെ വീഡിയോ ട്യൂട്ടോറിയലാണ്. ഹയർ സെക്കൻഡറി കൊമേഴ്സിന്റെ അക്കൗണ്ടിംഗ് എന്ന വിഷയത്തിലെ 1ാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ 4 വീഡിയോകളിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ, ഇത്തരം ഓർഗനൈസേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്തരം ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന വിവിധ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഏതൊക്കെയാണ്, അതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അതിന്റെ ഫോർമാറ്റ്, അത് ചെയ്യുന്ന വിധം, ഒപ്പം അതിന്റെ 2ഓളം പ്രോബ്ലങ്ങളും വിത്ത് സൊല്യൂഷൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, അതിന്റെ ഫോർമാറ്റ്, അത് ചെയ്യുന്ന വിധം, അതിന്റെ പ്രോബ്ലം സൊല്യൂഷൻ, ഒപ്പം നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിവിധ പുതിയ ന്യൂ ടേംസ്, അത് അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നേരത്തെയുള്ള 4 വീഡിയോകളിലൂടെ നിങ്ങൾ പഠിച്ചത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഏകദേശം ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഒപ്പം ബാലൻസ് ഷീറ്റ് മുമ്പേ കഴിഞ്ഞ 4 വീഡിയോകളിൽ പ്രതിപാദിക്കാതെ കുറച്ച് ന്യൂ ടേംസ് കൂടി പറഞ്ഞുകൊണ്ട് അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ട്രീറ്റ്മെന്റ് ഓഫ് സർട്ടൻ ഐറ്റംസ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സ്പെഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം കുറച്ച് പ്രതിപാദിച്ചിരുന്നു. അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. സ്പെഷ്യൽ ഫണ്ട്. ദ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് generally create special fund for certain purposes such as match fund, tournament fund, sports fund, prize funds, etc. Sometimes such funds are invested in securities and the income earned on such investment is added to the respective fund, not credited to income and expenditure account. Similarly, the expenses incurred on such specific purposes are also deducted from the special fund. നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ സാധാരണ രീതിയിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് മാച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു സ്പോർട്സ് ക്ലബ്ബ് മാച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പവലിയൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്വിമ്മിംഗ് പൂള് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരം സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ടിന്റെ തുക കൈവശം വെക്കുന്നതിന് പകരം ചിലപ്പോൾ ചില സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു, ചിലപ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു ഫണ്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും ആ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വല്ല ചെലവുണ്ടെങ്കിൽ ഇത് ഫണ്ടിൽ നിന്നും മൈനസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സാധാരണ രീതിയിൽ കാണിക്കാറ്. ഫണ്ട് ആസ് പെർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് കൊടുക്കും. അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് കളക്ഷൻ ഫോർ ടൂർണമെന്റ്, ഡൊണേഷൻ ഫോർ ടൂർണമെന്റ്, ഇൻട്രസ്റ്റ് ഫ്രോം ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇത്രയും കാര്യം ആഡ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്നും ടൂർണമെന്റ് എക്സ്പെൻസ് മൈനസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എമൗണ്ട് കാണിക്കാറ്. അതായത് ഫണ്ടിൽ നേരത്തെ ഉണ്ടായ തുകയോടുകൂടി ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ മുഴുവനും ഡൊണേഷൻ ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം, അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് വല്ല ചെലവുണ്ടായി കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്ത് ബാക്കിയുള്ള തുകയാണ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാറ്. ഇനി ഇവിടെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ റിസൾട്ട് നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ഫണ്ടിൽ നിന്നും ഈ ഒരു സ്ഥാപനത്തിന് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്.
അത്തരം സാഹചര്യത്തിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നു. ഇതിനെ കുറച്ചുകൂടി ഭംഗിയായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കൊരു എക്സാമ്പിളിലൂടെ പോകാം. ഷോ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. തന്നിരിക്കുന്നതിൽ ടൂർണമെന്റ് ഫണ്ട് വി ക്യാൻ ഫൈൻഡ് 55,000. ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ദ സെയിം amount 55,000 invested. Tournament collection 5,500. Subscription received towards tournament fund 6,000. Tournament expense 7,000. Interest on tournament fund investment 800. ഇത്രയും ഐറ്റം അക്കൗണ്ടിംഗ് ബുക്സിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് ഇനി പറയുന്ന പ്രകാരമാണ്. ടൂർണമെന്റ് ഫണ്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന 55,000, അതിന്റെ കൂടെ ടൂർണമെന്റ് ഫണ്ടിൽ ഈ വർഷം വന്നിരിക്കുന്ന കളക്ഷൻ 5,500 ആഡ് ചെയ്യുന്നു. ടൂർണമെന്റ് ഫണ്ടിൽ വീണ്ടും ചില ഡൊണേഷൻസ് വന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യുന്നു. ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് 800 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 67,300 കിട്ടുന്നു. ലെസ് ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചെലവ് 7,000 രൂപയാണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 60,300 ആണ് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. ഒപ്പം ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ട എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ അസറ്റ് സൈഡിൽ 55,000 കാണിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ടൂർണമെന്റ് ഫണ്ടിൽ ടൂർണമെന്റ് എക്സ്പെൻസ് 7,000 ആയിരുന്നു. ടൂർണമെന്റ് എക്സ്പെൻസ് 7,000 പകരം 70,000 ആണെങ്കിൽ ഈ കാൽക്കുലേഷൻ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ടൂർണമെന്റിന്റെ വന്നിരിക്കുന്ന മുഴുവൻ വരുമാനവും 67,300 ആണ്. ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചെലവ് 70,000 ആണ്. ഈ ടൂർണമെന്റിൽ നിന്നും നമുക്ക് 2,700 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഈ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കുന്നു. അടുത്ത മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ഇൻകം ആണ്. സാധാരണ രീതിയിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന് വരുമാനം ഉണ്ടാകാറുണ്ട്. പല സോഴ്സിലൂടെയും വരുമാനങ്ങൾ ഉണ്ടാവും. അത്തരം വരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് സബ്സ്ക്രിപ്ഷൻ ഒരു പ്രധാനപ്പെട്ട ഇൻകമാണ്. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ ബാക്കി ഉണ്ടാവാം, സബ്സ്ക്രിപ്ഷൻ മുൻകൂട്ടി കിട്ടിയിട്ടുണ്ടാവാം. അപ്പം ഇത്തരം അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തതിനു ശേഷമാണ് ഇൻകം എന്ന എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറ്. രേഖപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രകാരം കിട്ടിയിരിക്കുന്ന ഇൻകം നമ്മൾ ആദ്യം എടുക്കും. അതിനെ ഇവിടെ ആഡ് ചെയ്യുന്ന ഐറ്റം ക്ലോസിംഗ് അക്രൂഡ് ഇൻകം ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് പ്രീ റിസീവ്ഡ് ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് അക്രൂഡ് ഇൻകം മൈനസ് ചെയ്യുന്നു. ക്ലോസിംഗ് പ്രീ റിസീവ്ഡ് മൈനസ് ചെയ്യുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വർഷത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇയറുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ആ പർട്ടിക്കുലർ ഇയറിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഇവിടെയുള്ള ഐറ്റം നമ്മൾ നോക്കിക്കോളൂ. ക്ലോസിംഗ് അക്രൂഡ് ഇൻകം ആണ് ആഡ് ചെയ്തത്. ക്ലോസിംഗ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ അവസാനം നമുക്ക് കിട്ടാൻ ബാക്കിയുള്ള ഇൻകം എന്നാൽ ഈ വർഷത്തെ ഇൻകം ആണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റിന് മുൻകൂട്ടി കിട്ടിയ ഇൻകം എന്നത് അത് ഈ വർഷത്തെ ഇൻകമാണ്, അതും നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഓപ്പണിംഗ് പ്രീ റിസീവ്ഡ് എന്നത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് പ്രീ റിസീവ്ഡ് ആണ്. കഴിഞ്ഞ വർഷം ക്ലോസിംഗിൽ മുൻകൂട്ടി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വർഷത്തെ എമൗണ്ട് ആണ് മുൻകൂട്ടി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം എമൗണ്ട് ആഡ് ചെയ്യുന്നു. ഇനി ഓപ്പണിംഗ് അക്രൂഡ് ഇൻകം എന്നത് മൈനസ് ചെയ്യുന്നു. ഓപ്പണിംഗ് അക്രൂഡ് ഇൻകം മൈനസ് ചെയ്യാനുള്ള കാരണം ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ കിട്ടാൻ ബാക്കിയുള്ള ഇൻകം എന്നത് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം കിട്ടാൻ ബാക്കിയുള്ള ഇൻകമാണ്. അത് കഴിഞ്ഞ വർഷത്തെ ഇൻകമാണ്, അത് ഈ വർഷം വരേണ്ടതല്ല. അതുകൊണ്ട് അതിനെ നമ്മൾ മൈനസ് ചെയ്തിട്ട് മാറ്റുന്നു. ഒപ്പം ക്ലോസിംഗ് പ്രീ റിസീവ്ഡ് ഇൻകം മൈനസ് ചെയ്യാനുള്ള കാരണം
ഈ വർഷം അവസാനിക്കുമ്പോൾ മുൻകൂട്ടി കിട്ടിയ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി വരാൻ പോകുന്ന വർഷത്തെ എമൗണ്ട് ആണ്. അതും ഈ വർഷമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതും നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ഇങ്ങനെ കിട്ടുന്ന തുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ കാണിക്കാറുള്ളത്. ഈ അഡ്ജസ്റ്റ്മെന്റ് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പല പ്രോബ്ലത്തിലും ഈ അഡ്ജസ്റ്റ്മെന്റ് വരാറുണ്ട്. The following particulars given below, find out the amount of interest to be credited to income and expenditure account. Interest received during the year 7,250. Interest due but not received 31st December 2018 rupees 1,500. Interest received in advance 31st December 2018 rupees 700. അതായത് ഈ രണ്ട് ഐറ്റവും ക്ലോസിംഗിലുള്ള എമൗണ്ട് ആണ്. ക്ലോസിംഗിലുള്ള അക്രൂഡ് ഇൻകവും ക്ലോസിംഗിലുള്ള പ്രീ റിസീവ്ഡ് ഇൻകവുമാണ് ഈ രണ്ട് ഐറ്റം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1/1/2018 650. ഇൻട്രസ്റ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഓൺ 1/1/2018. ഈ രണ്ട് എമൗണ്ടും ഓപ്പണിംഗ് ഡേറ്റിലുള്ള എമൗണ്ട് ആണ്. ഓപ്പണിംഗ് അക്രൂഡ് ഇൻകവും ഓപ്പണിംഗ് പ്രീ റിസീവ്ഡ് ഇൻകവും. ഇനി ഇതേ കാര്യം നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം പ്രോബ്ലത്തിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ വർഷം കിട്ടിയ തുക 7,250 രൂപ. അതിന്റെ കൂടെ ക്ലോസിംഗ് അക്രൂഡ് ഇൻകം 1,500 ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് പ്രീ റിസീവ്ഡ് 650 ആഡ് ചെയ്യുന്നു. അങ്ങനെ 9,400 കിട്ടുന്നു. ഇതിൽ നിന്നും ഓപ്പണിംഗ് അക്രൂഡ് ഇൻകം 250 ലെസ് ചെയ്യുന്നു. ക്ലോസിംഗ് പ്രീ റിസീവ്ഡ് ഇൻകം 700 ലെസ് ചെയ്യുന്നു. ഇത് രണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 8,450 എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എമൗണ്ട് കോളത്തിൽ കൊടുക്കാറുള്ളത്. ഇവിടെ ക്ലോസിംഗിൽ വന്നിരിക്കുന്ന രണ്ട് ഐറ്റം നോക്കാം. ക്ലോസിംഗ് അക്രൂഡ് ഇൻകം, അതേപോലെ ക്ലോസിംഗ് പ്രീ റിസീവ്ഡ് ഇൻകം. ക്ലോസിംഗ് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കിട്ടാൻ ബാക്കിയുള്ള ഇൻകം, ഒരു വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റാണ്, കിട്ടാൻ ബാക്കിയുള്ളതാണ്. ക്ലോസിംഗ് പ്രീ റിസീവ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ അവസാനം മുൻകൂട്ടി കിട്ടി എന്നാണ് അർത്ഥം. അത് നമുക്കൊരു ബാധ്യതയാണ്, അതുകൊണ്ട് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ഇനി നമുക്ക് എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകാം. ഇൻകം പോലെ തന്നെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടും അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ക്ലബുകൾ, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ഒക്കെ വിവിധ ചെലവുകൾ, എക്സ്പെൻസുകൾ ഉണ്ടാവുന്നു. അത്തരം എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ട് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് കാണാം. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്പെൻസ് പ്രീപെയ്ഡ്, ഇത്തരം അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കാണാം. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി പരിഗണിച്ചതിന് ശേഷമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുക. എക്സ്പെൻസ് പെയ്ഡ് ആസ് പെർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ആഡ് ഓപ്പണിംഗ് പ്രീപെയ്ഡ്. അങ്ങനെ ആഡ് ചെയ്ത തുകയിൽ നിന്നും ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലെസ് ക്ലോസിംഗ് പ്രീപെയ്ഡ്. ഇങ്ങനെയാണ് എക്സ്പെൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറ്. ക്ലോസിംഗിൽ വന്നിരിക്കുന്ന രണ്ട് ഐറ്റം, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അതൊരു ലയബിലിറ്റിയും ക്ലോസിംഗ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നത് നമുക്കൊരു അസറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തത് നോക്കാം. ഈ വർഷത്തെ റെന്റ് കിട്ടിയത് 6,000 2019. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലോസിംഗ് ഡേറ്റ് 1,200. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ക്ലോസിംഗ് ഡേറ്റ് 700. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓപ്പണിംഗ് ഡേറ്റ് 500. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് ഡേറ്റ് 900. ഇത് പ്രോബ്ലത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ റെന്റ് ഈ വർഷം കൊടുത്തത് 6,000. ഈ വർഷത്തിന്റെ അവസാനം ഔട്ട്സ്റ്റാൻഡിംഗ് ആയ എമൗണ്ട് 1,200 ആഡ് ചെയ്യുന്നു. ഓപ്പണിംഗ് പ്രീപെയ്ഡ് ആഡ് ചെയ്യുന്നു. അങ്ങനെ 8,100. അതിൽ നിന്നും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. ക്ലോസിംഗ് പ്രീപെയ്ഡ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു.
അങ്ങനെ 6900 ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഇവിടെ ക്ലോസിംഗിൽ വന്നിരിക്കുന്ന രണ്ട് ഐറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നതാണ്. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ആണ്. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നത് ഏകദേശം എക്സ്പെൻസിന്റെ അതേപോലുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് വരുന്നത്. ചില സമയങ്ങളിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ സ്പെൻഡ് ചെയ്ത ചില എമൗണ്ടിനെ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഉദാഹരണത്തിന് സ്റ്റോർസ് ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില ബോള്, ബാറ്റ് പോലുള്ള സ്റ്റോക്ക് ഐറ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്തരം എക്സ്പെൻസിനെ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നാണ് കൺസിഡർ ചെയ്യുക. കാരണം അതൊരു എക്സ്പെൻസ് ആണെങ്കിൽ കൂടിയും ഈ ബോള്, ബാറ്റൊക്കെ നമുക്ക് കുറെ വർഷങ്ങളിൽ ഈ ഒരു ഓർഗനൈസേഷന്റെ കൂടെ തന്നെ ഉണ്ടാവാം. അതുകൊണ്ട് അതിനെ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കാണിക്കാറ്. അപ്പൊ ഇത്തരം ഒരു ഐറ്റം വരുമ്പോൾ ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്താണ് നമുക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം ട്രീറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ തന്നെയാണ് ഇത് കാണിക്കുക. സ്ലൈഡിൽ കൊടുത്തിട്ട് കാണാം. ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ എക്സ്പെൻസിൽ എടുത്തിരിക്കുന്ന അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എക്സ്പെൻഡിച്ചറിന്റെ കൂടെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് മൈനസ് ചെയ്യുന്നു, ക്ലോസിംഗ് പ്രീപെയ്ഡ് മൈനസ് ചെയ്യുന്നു, ഓപ്പണിംഗ് പ്രീപെയ്ഡ് ആഡ് ചെയ്യുന്നു. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ ഇത് കൂടാതെ രണ്ട് ഐറ്റം കൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. അത് മറ്റൊന്നുമല്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് ഐറ്റവും ക്ലോസിംഗ് സ്റ്റോക്ക് ഐറ്റവും. ഇതിൽ എമൗണ്ടിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഐറ്റം ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഐറ്റം മൈനസ് ചെയ്യുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ എക്സ്പെൻഡിച്ചറിന്റെ സമയത്ത് നമ്മൾ ചെയ്ത അതേ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഐറ്റം ആഡ് ചെയ്യുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഐറ്റം മൈനസ് ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ സ്റ്റേഷനറി കൺസ്യൂം എന്ന് നമുക്ക് പറയാം. അതിനർത്ഥം സ്റ്റേഷനറി കൺസ്യൂം ചെയ്തത് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സാധാരണ കാണിക്കാറുള്ളൂ. ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി, ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ കൂടെ ഈ വർഷം വാങ്ങിച്ചതും കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഈ വർഷത്തെ കിട്ടാനുള്ള പൈസ, കഴിഞ്ഞ വർഷം മുൻകൂട്ടി കിട്ടിയ പൈസ, അതും ആഡ് ചെയ്യുന്നു. ഈ വർഷം മുൻകൂട്ടി കിട്ടിയ പൈസ കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുള്ളത് മൈനസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രീറ്റ്മെന്റിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ക്ലോസിംഗിൽ വന്നിരിക്കുന്ന ഐറ്റം നേരത്തെ എക്സ്പെൻഡിച്ചറിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേഷനറി ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നു, ക്ലോസിംഗ് പ്രീപെയ്ഡ് സ്റ്റേഷനറി അസറ്റായിട്ട് കാണിക്കുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്നു. ഇതിന്റെ രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ടു ബി ഡെബിറ്റഡ് ടു ഇൻകം റിഗാർഡിംഗ് ബാറ്റ്സ് ആൻഡ് ബോൾ ഫോർ ദ ഇയർ എൻഡിംഗ് 31 December 2015. 2015 ഡിസംബർ 31 ആകുമ്പോഴേക്കുള്ള ബോള്, ബാറ്റ് വാങ്ങിച്ചിരിക്കുന്ന കണക്ക് എങ്ങനെയാണ് കാണിക്കാൻ നോക്കാം. ഇവിടെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക് 2500 തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക് 4350 രൂപ തന്നിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ബാറ്റ് ആൻഡ് ബോൾ വാങ്ങിച്ച എമൗണ്ട് 3300 രൂപയാണ്. ഈ ഒരു ഐറ്റം കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 2500ന്റെ കൂടെ ഈ വർഷം വാങ്ങിയ 3300 രൂപ ആഡ് ചെയ്യുന്നു, അങ്ങനെ 5800. ഈ വർഷം ക്ലോസിംഗിലുള്ള സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, അതിനെ മൈനസ് ചെയ്യുന്നു 4350. ബാക്കിയുള്ള തുക 1450 രൂപയാണ് ആക്ച്വലി ഈ ഒരു സ്ഥാപനം കൺസ്യൂം ചെയ്യുന്ന ബോൾസ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റം ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സ്ട്രാക്ട് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ ended 31st December 2015. പേയ്മെന്റ് സ്റ്റേഷനറി 23,000. അഡീഷണൽ ഇൻഫർമേഷൻ കാണാം, ഓപ്പണിംഗ് ഡേറ്റും കാണാം, ക്ലോസിംഗ് ഡേറ്റും കാണാം.
ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് 4000, ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റേഷനറിയുടെ സ്റ്റോക്ക് 3000. ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് 9000, ക്ലോസിംഗ് ഡേറ്റിൽ കൊടുക്കാൻ ബാക്കിയുള്ളത് 2500 കൊടുക്കാൻ ബാക്കിയുള്ളത്, ദാറ്റ് ഈസ് അവർ ക്രെഡിറ്റർ. ഇനി ഇത് ചെയ്തിരിക്കുന്ന വിധം നമുക്ക് നോക്കാം. ഓൾറെഡി ഉള്ള എമൗണ്ട് 23,000 ഈ വർഷത്തെ സ്റ്റേഷനറി എമൗണ്ട്. അതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 4000 ആഡ് ചെയ്യുന്നു. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 2500 രൂപ ആഡ് ചെയ്യുന്നു. അങ്ങനെ 29,500. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി മൈനസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടത് 3,000. അതേപോലെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് അത് ഈ വർഷത്തല്ല 9,000 അതും മൈനസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 17,500 കിട്ടുന്നു. ഈ എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാം. ഇതിൽ ക്ലോസിംഗിൽ തന്നിരിക്കുന്ന 2 ഐറ്റം ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റേഷനറിയും ക്ലോസിംഗ് സ്റ്റോക്കും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കുറെ പുതിയ ടേംസ് പരിചയപ്പെട്ടു. ആ ടേംസ് എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തുക നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിന്റെ ബാലൻസ് ഷീറ്റിലേക്ക് പോവാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് കൂടി വന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണതയിലേക്ക് പോകുന്നുള്ളൂ. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന്റെ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതേപോലെ തന്നെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും അതിന്റെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിന്റെ ഭാഗമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസർ അക്കൗണ്ടിന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ബാലൻസ് ഷീറ്റിലൂടെ ആ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ പഠിച്ച അതേ മെത്തേഡ് പ്രകാരം തന്നെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് സാധാരണ രീതിയിലുള്ള ഫോർമാറ്റ്. ഇതിൽ ഒരു സൈഡിൽ അസറ്റ് ഐറ്റം വരുന്നു, മറ്റൊരു സൈഡിൽ ലാബിലിറ്റിയും ക്യാപിറ്റൽ ഫണ്ടുമാണ്. സാധാരണ ക്യാപിറ്റൽ ഉള്ളതിന് പകരം ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ ഒരു ഫോർമാറ്റ് പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് ഓഫ് സ്റ്റാർ സ്പോർട്സ് ക്ലബ് ആസ് ഓൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡേറ്റ് ആണ് കൊടുക്കുക. ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഫണ്ട് സൈഡ് നോക്കാം. ക്യാപിറ്റൽ ഫണ്ട് കാണാം. ക്യാപിറ്റൽ ഫണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഈ വർഷം വന്നിരിക്കുന്ന സർപ്ലസ് ആഡ് ചെയ്യുന്നു, ഡെഫിസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുന്നു. എന്തെങ്കിലും ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. യൂഷ്വലി ലെഗസി, എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ ഒക്കെയാണ് ക്യാപിറ്റലൈസ് പോർഷൻ ആയിട്ട് കാണിക്കാറ്. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടിയ തുകയാണ് എമൗണ്ട് ആയിട്ട് ക്യാപിറ്റൽ ഫണ്ടായിട്ട് ഔട്ടർ കോളത്തിൽ കൊടുക്കേണ്ടത്. സ്പെഷ്യൽ ഫണ്ടിന്റെ ട്രീറ്റ്മെന്റ് താഴെ കൊടുത്തിരിക്കുന്നു. സ്പെഷ്യൽ ഫണ്ടിന്റെ ട്രീറ്റ്മെന്റ് പ്രീവിയസ് ബാലൻസ്, നമ്മൾ നേരത്തെ സ്പെഷ്യൽ ഐറ്റം പഠിക്കുമ്പോൾ സ്പെഷ്യൽ ഫണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രീവിയസ് ബാലൻസ് അതിന്റെ കൂടെ ഈ വർഷം കിട്ടിയത് ആഡ് ചെയ്യുന്നു. പല ഇൻട്രസ്റ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നു. എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൈനസ് ചെയ്യുന്നു. ആ തുകയാണ് ഔട്ടർ കോളത്തിൽ കാണിക്കാറ്. ഈ ഒരു സ്ഥാപനത്തിനുള്ള ക്രെഡിറ്റർ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പോലുള്ള എല്ലാ ലാബിലിറ്റി ഐറ്റവും നമ്മൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർഗനൈസേഷനിലുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്ത വിധം ഓർമ്മിച്ചാൽ മതി. അതിന്റെ ഒരു സാമ്യതയിലാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത്. അസറ്റ് സൈഡിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ മുഴുവൻ അസറ്റ്സും, അത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് മുതൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഐറ്റം, കൺസ്യൂമബിൾ സ്റ്റോർ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ ഫോർമാറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ക്യാപിറ്റൽ ഫണ്ട് എടുക്കുന്ന വിധം ഞാൻ നേരത്തെ പറഞ്ഞു, അതൊന്നുകൂടി മനസ്സിലാക്കാൻ അത് പ്രത്യേകമായി കൊടുത്തിരിക്കുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ലാഭം സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ഡെഫിസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുന്നു. ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ആയിട്ടുള്ള ഐറ്റം മുഴുവൻ ആഡ് ചെയ്യുന്നു. എന്നിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറ്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ഒന്നുകൂടി പറയാം, ഇത് ബാലൻസ് ഷീറ്റിൽ നേരത്തെ കാണിച്ചതാണ്. അതായത് പ്രീവിയസ് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ
വല്ല റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ വല്ല ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വരുമാനങ്ങളും ആഡ് ചെയ്യപ്പെടുന്നു. എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്തതിനു ശേഷം ഔട്ടർ കോളത്തിൽ കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ പഠിക്കുന്നത്.